Hi all, welcome to the class of heat and mass transfer. അപ്പോൾ എന്താണ് ഹീറ്റ്? ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫോം ഓഫ് എനർജിയാണ്. അപ്പോൾ ബേസിക്കലി ഈ സബ്ജക്റ്റ് ഡീൽ ചെയ്യുന്നത് രണ്ടായിട്ടാണ്. ഒന്ന് ഹീറ്റ് ട്രാൻസ്ഫറും രണ്ടാമതെന്ന് പറയുന്നത് മാസ് ട്രാൻസ്ഫർ. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഹീറ്റ് ഫ്ലോസ് ഫ്രം എ റീജിയൻ ഓഫ് ഹൈ ടെമ്പറേച്ചർ ടു എ റീജിയൻ ഓഫ് ലോ ടെമ്പറേച്ചർ എന്നാണ്. ലോ ടെമ്പറേച്ചർ തിരിച്ചും സംഭവിക്കാറുണ്ട്. അതായത് ലോ ടെമ്പറേച്ചറിനും ഹൈ ടെമ്പറേച്ചറിനും ഹീറ്റ് ഫ്ലോ ആറുണ്ട്. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഏജൻസി വിച്ച് ഈസ് വിത്ത് ആക്ടിങ് ഓൺ ഇറ്റ്. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത് വി നീഡ് എ higher temperature energy source. From a higher temperature energy source, the heat is transferring from a lower temperature energy source. So heat transfer in the basic ഇതെന്ന് പറയുന്നത് തെർമോഡൈനാമിക്സ്. എന്താണ് തെർമോഡൈനാമിക്സ്? തെർമോ എന്ന് പറഞ്ഞാൽ തെർമൽ എനർജി, ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ മോഷൻ. അപ്പോൾ മോഷൻ ഓഫ് ഹീറ്റിനാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ എന്ന സബ്ജക്റ്റിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള സബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ മോഡുണ്ട്. അതിൽ ഫസ്റ്റ് മോഡ് എന്ന് പറയുന്നത് how the heat is transferring from one place to another. Modes of heat transfer മെയിനായിട്ട് നമുക്ക് 3 ടൈപ്സ് ആണുള്ളത്. ഇറ്റ് ഈസ് കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. അപ്പോൾ 3 രീതിയിലാണ് എന്ത് ചെയ്യുന്ന ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ നമുക്ക് ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു ഹയർ ടെമ്പറേച്ചർ സോഴ്സ് കാണും, ഒരു ലോവർ ടെമ്പറേച്ചർ സോഴ്സ്, ഒരു സിങ്ക് കാണും. ഹയർ ടെമ്പറേച്ചർ റീജിയനിൽ നിന്ന് ലോവർ ടെമ്പറേച്ചർ റീജിയനിലോട്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അത് 3 രീതിയിലാണ് നടക്കുന്നത്. ഒന്ന് കണ്ടക്ഷൻ, രണ്ടാമത് കൺവെക്ഷൻ, മൂന്നാമത് റേഡിയേഷൻ. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിലായിരിക്കും നോർമലി നടക്കുന്നത്. അപ്പോൾ എന്താണ് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ? എന്നാൽ ഇവ തമ്മിലുള്ള വ്യത്യാസവും നമുക്ക് ഒന്ന് ചുരുക്കത്തിൽ നോക്കാം. Conduction. Heat transfer taking place from between a solid to solid. Heat transfer between two solids or two parts of a solid. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ, നമ്മളൊരു സോളിഡ് ബാർ എടുക്കുന്നു. ആ സോളിഡ് ബാറിൻ്റെ ഒരു സ്ഥലത്ത് ടെമ്പറേച്ചർ കൂടുതലാണ്, ഒരു സേ ദ പോർഷൻ 1, പോർഷൻ 2. 1 എന്ന് പറയുന്ന പോയിന്റിന് ടെമ്പറേച്ചർ കൂടുതലാവും, 2 എന്ന് പറയുന്ന പോയിന്റിന് ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ഹീറ്റ് വിൽ ട്രാവൽ ഫ്രം പോയിന്റ് 1 ടു പോയിന്റ് 2. അതാണ് 2 പാർട്സ് ഓഫ് എ സെയിം സോളിഡ് എന്ന് പറയുന്നത്. 2 സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമുക്ക് വേറെ 2 ബാറുണ്ട്. ഈ 2 ബാർ പോയിന്റ് കോണ്ടാക്ട് ഉള്ളതാണ്. അപ്പോൾ ഇത് ബാർ 1, ഇത് ബാർ 2. Let's say bar 1 is having a temperature 50 degrees centigrade, bar 35 degrees centigrade. അങ്ങനെയാണെങ്കിൽ ബാർ 1 നിന്ന് ബാർ 2 ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. പക്ഷേ അതിനൊരു കണ്ടീഷൻ ഉണ്ട്, ദേ ഷുഡ് ബി ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. അപ്പോൾ 2 കോണ്ടാക്ട് ഉള്ള സോളിഡ്സ് തമ്മിൽ ഒരു സോളിഡിന് ടെമ്പറേച്ചർ കൂടുതലും മറ്റേ സോളിഡിന് ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ വിൽ ടേക്സ് പ്ലേസ് ഫ്രം എ ഹയർ ടെമ്പറേച്ചർ ബാർ ടു എ ലോവർ ടെമ്പറേച്ചർ ബാർ. അപ്പോൾ ഈ കേസിൽ ബാർ 1 50 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണുള്ളത്, ബാർ 2 35 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണുള്ളത്. അപ്പോൾ ബാർ 1 നിന്ന് ബാർ 2 ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. അപ്പോൾ ഈ 2 രീതിയിലാണ് നമുക്ക് മെയിനായിട്ട് ഇന്ന് നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കണ്ടക്ഷൻ നടക്കുന്നത്. അപ്പോൾ നേരത്തെ പറയുന്ന പോലെ ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ 2 സോളിഡ്സ് അല്ലെങ്കിൽ 2 പാർട്സ് ഓഫ് എ സെയിം സോളിഡ് ആണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബാറുണ്ട്. ഒരു ബാറിൻ്റെ ഈ പോയിന്റിൽ ടെമ്പറേച്ചർ പോയിന്റ് 1 ടെമ്പറേച്ചർ കൂടുതലും പോയിന്റ് 2 ടെമ്പറേച്ചർ കുറവാണെങ്കിൽ പോയിന്റ് 1 എന്നുള്ള ടെമ്പറേച്ചർ പോയിന്റ് 2 പോകും. എപ്പം ഈ ഹീറ്റ് ട്രാൻസ്ഫർ നിൽക്കുന്നു കഴിഞ്ഞാൽ വെൻ ദ ടെമ്പറേച്ചർ അറ്റ് പോയിന്റ് 1 സേ T1 ബിക്കംസ് ടെമ്പറേച്ചർ അറ്റ് പോയിന്റ് 2. അതുപോലെ ബാർ 1ൻ്റെ ടെമ്പറേച്ചർ ബാർ 2ൻ്റെ ടെമ്പറേച്ചർ, അതായത് രണ്ടും ഏകദേശം ഒരേപോലത്തെ ടെമ്പറേച്ചർ ആകുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ നിൽക്കും.
അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് പറയുന്നു. ഇനി എന്തുകൊണ്ടൊക്കെയാണ് കണ്ടക്ഷൻ നടക്കുന്നത്? അപ്പോൾ കണ്ടക്ഷൻ നടക്കാൻ കാരണമായ രണ്ട് രീതിയിലാണ് നടക്കുന്നത്. ഒന്ന് ലാറ്റിസ് വൈബ്രേഷൻ, രണ്ടാമത് ഫ്രീ ഇലക്ട്രോൺസ്. Conduction takes place by a lattice vibration, second one by free electrons. അപ്പോൾ എന്താണ് ലാറ്റിസ് വൈബ്രേഷൻ? ലാറ്റിസ് വൈബ്രേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ബാറുണ്ട്. ബാറിൻ്റെ പോയിന്റ് നമ്മൾ 1 എന്ന് പറഞ്ഞ പോയിന്റ്, 2 എന്ന് പറഞ്ഞ പോയിന്റുമായിട്ട് സ്പെസിഫൈ ചെയ്തു. ഇവിടുത്തെ ടെമ്പറേച്ചർ കൂടുതലാണ്, ലെറ്റ്സ് സേ 50 ഡിഗ്രി, ഇവിടുത്തെ 35 ഡിഗ്രി. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ പോയിന്റിൽ നിന്ന് 1 നിന്ന് 2 നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ആ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏത് വഴിയാണ്? ബൈ ലാറ്റിസ് വൈബ്രേഷൻ. അതായത് ഇവിടെയുള്ള മോളിക്യൂൾസിൻ്റെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, അതേസമയം ഇവിടെയുള്ള മോളിക്യൂൾസിൻ്റെ ടെമ്പറേച്ചർ കുറവായിരിക്കും. അപ്പോൾ ഇവിടെ നിന്നുള്ള ടെമ്പറേച്ചർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, ഇവിടെ നിന്നുള്ള മോളിക്യൂൾസ് ടെമ്പറേച്ചർ. അങ്ങനെ ഈ ഓരോന്നും ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് എന്ത് സംഭവിക്കുന്നു? ഈ അറ്റത്തോട്ട്, അതായത് അങ്ങ് ഈ പോയിന്റ് 2 ഇതിലോട്ട് നമുക്ക് എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. അപ്പോൾ അങ്ങനെ നടക്കുന്നതാണ് നമ്മൾ എന്താണ് ലാറ്റിസ് വൈബ്രേഷൻ. അപ്പോൾ ഇത് കണ്ടക്ഷൻ്റെ രണ്ട് രീതിയിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ഒന്ന് ലാറ്റിസ് വൈബ്രേഷൻ, ഒന്ന് ഫ്രീ ഇലക്ട്രോൺസ്. അപ്പോൾ ലാറ്റിസ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ കിടക്കുന്ന മോളിക്യൂൾസിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാണ്. ഇത് ചെന്ന് ഇമ്പാക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്നുള്ള ഹീറ്റ് എനർജി ഈ മോളിക്യൂൾ പോകും, അവിടെ നിന്നുള്ള ഹീറ്റ് എനർജി മൂന്നാമതേ പോകും, നാലാമത്തെ, അഞ്ചാമത്തെ, അങ്ങനെ പോയി ഏറ്റവും എക്സ്ട്രീം എൻഡ്, അതായത് സെക്കൻഡ് പോയിന്റിൽ കിടക്കുന്ന മോളിക്യൂൾസിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അതിനാണ് ലാറ്റിസ് വൈബ്രേഷൻ. ഇനി ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ആറ്റംസിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ കിടക്കുന്ന ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് സംഭവിക്കും? ഹീറ്റ് അബ്സോർവ് ചെയ്ത് ഈ ഇലക്ട്രോൺസ് തൊട്ടടുത്ത സോളിഡിലോട്ട് ജമ്പ് ചെയ്ത് ആ ഇലക്ട്രോൺസ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നതിനാണ് നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. കണ്ടക്ഷൻ എന്ന് പറയുന്നത് ബിറ്റ്വീൻ ടു സോളിഡ്സ് ഇൻ കോണ്ടാക്ട് ഓർ ബിറ്റ്വീൻ 2 പാർട്സ് ഓഫ് എ സോളിഡ്സ് ആണ്. അതിൽ നമുക്ക് രണ്ട് രീതിയിലാണ് നടക്കുന്നത്. ഒന്ന് ലാറ്റിസ് വൈബ്രേഷൻ, സെക്കൻഡ് പാർട്ട് ബിറ്റ്വീൻ ഫ്രീ ഇലക്ട്രോൺസ്. അപ്പോൾ ലാറ്റിസ് വൈബ്രേഷൻ എന്ന് പറയുന്നത് മോളിക്യൂൾസിൻ്റെ തമ്മിലുള്ള മോളിക്യൂൾസ്, അഡ്ജസൻ്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് നിന്ന് ഒരു മോളിക്യൂളിനും മറ്റേ മോളിക്യൂളിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഏറ്റവും എക്സ്ട്രീം എൻഡ് പോയിന്റിലെത്തും. ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് ഹീറ്റ് അബ്സോർവ് ചെയ്ത് അത് ജമ്പ് ചെയ്ത് തൊട്ടടുത്ത പാർട്ടിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ നിന്നുള്ള ഹീറ്റ് ആ പാർട്ടിലോട്ടും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് കണ്ടക്ഷൻ വഴി 2 മോഡ്സിൽ നമുക്ക് എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ഇനി കണ്ടക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ബേസിക് ആയിട്ട് ലോ എന്ന് പറയുന്നത് ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ ആണ്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫോറിയർ ലോ ഞാൻ നമ്മൾ ഹീറ്റിനെ നോർമലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് Q എന്ന് പറയുന്ന സിമ്പിൾ വെച്ചിട്ടാണ്. ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A ഇൻറ്റു dT/dx എന്ന് പറയുന്ന ഫോമുലയാണ്. A എന്ന് പറയുന്നതിന് ഏത് സോളിഡിലാണോ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് ആ സോളിഡിൻ്റെ ഏരിയയാണ്. dt എന്ന് പറയുന്ന ഇപ്പോൾ 2 സോളിഡ്സ് ആണെങ്കിൽ 2 സോളിഡ്സും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ്, അല്ലെങ്കിൽ ഒരു സോളിഡ് ആണെങ്കിൽ ആ 2 പോയിന്റ്സും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ്. dx എന്ന് പറയുന്നത് ആ പോയിന്റ്സ് അല്ലെങ്കിൽ ആ 2 സോളിഡ്സ് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ Q ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഇൻറ്റു dT/dx. dT/dxനെ നമുക്ക് ഒറ്റ ടേമായിട്ട് പറയുമ്പോൾ ടെമ്പറേച്ചർ ഗ്രേഡിയൻ എന്ന് പറയും. ടെമ്പറേച്ചർ ഗ്രേഡിയൻ മീൻസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്. ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ ബാറെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, ഫസ്റ്റ് പോയിന്റിൽ 50 ഡിഗ്രിയാണ്, സെക്കൻഡ് പോയിന്റിൽ 35 ഡിഗ്രി ആണെങ്കിൽ ഇവർ തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് dt. അപ്പോൾ dt എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 50 ഡിഗ്രി മൈനസ് 35 അല്ലെങ്കിൽ 15 ഡിഗ്രിയാണ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് സേ 2 സെൻറ്റിമീറ്റർ എന്ന് വിചാരിക്കും.
അപ്പോൾ ആ 2 സെൻറ്റിമീറ്റർ ആയിരിക്കും ഡി എക്സ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ക്യൂ ഈസ് ഇക്വൽ ടു എന്താണ് നമ്മൾ ഇത് പോയി കഴിഞ്ഞാൽ മൈനസ് കെ എ ഡി ടി ബൈ ഡി എക്സ് എന്നാണ്. അപ്പോൾ കെ എന്ന് പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദി മെറ്റീരിയലാണ്. തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ എന്തുകൊണ്ട് ഇവിടെ ഒരു മൈനസ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 50 നിന്ന് 35 ഡിഗ്രിയിലോട്ടല്ലേ പോകുന്നത്. അപ്പോൾ 35 ഡിഗ്രിയിൽ നിന്ന് 50 പോകുമ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ കുറയും, ഇവിടുത്തെ ടെമ്പറേച്ചർ കൂടുകയും ചെയ്യും. അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മളൊരു നെഗറ്റീവ് സൈൻ ഇട്ടേക്കുന്നത്. ഒന്നുകൂടെ പറയാം, ഫോർ എ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ ഈസ് Q is equal to minus Ka dt by dx, where K is the thermal conductivity of the material, A is the area of cross section, dt is the temperature difference between 2 points of the solids, or the temperature difference between two solids which are in contact with each other. Dx is the distance between the 2 points or distance between the two solids. So Q is equal to minus Ka dt by dx എന്ന് പറയുന്നതാണ് for a law of heat conduction. അപ്പോൾ നമുക്ക് തെർമൽ കണ്ടക്ടിവിറ്റിയെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ Q is equal to minus Ka dt by dx എന്ന് പറയുന്നതാണ് നമ്മളെ ഇക്വേഷൻ. അപ്പോൾ അതിൽ K എന്ന് പറയുന്നതാണ് തെർമൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ എങ്ങനെയാണ് തെർമൽ കണ്ടക്ടിവിറ്റിയെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ A ഈക്വൽ ടു if A is equal to 1 meter square or 1 centimeter square or mm square and dt by dx equal to 1 degree centigrade per meter ആണെങ്കിൽ Q എന്താവും? Q is equal to K. നമുക്ക് ആ നെഗറ്റീവ് സൈൻ ഒഴിവാക്കാം. സോ തെർമൽ കണ്ടക്ടിവിറ്റി can be defined as the quantity of heat transfer per solid having unit cross sectional area and having unit temperature gradient. അതായത് യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ യൂണിറ്റ് ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റുള്ള ഒരു സോളിഡ് കൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഹീറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ എന്ന് പറയുന്നത്. അത് മനസ്സിലായി. അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഹീറ്റ് ട്രാൻസ്ഫർ ബൈ എ സോളിഡ് ഹാവിങ് എ എന്താണ് യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ ആൻഡ് ഹാവിങ് യൂണിറ്റ് ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്. ഓക്കെ, സോ Q is equal to K. ഇനി നമുക്ക് തെർമൽ റെസിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. Q is equal to Ka dt by dx എന്ന് പറയുന്ന ഫോർമുല ഞാൻ ഒന്നും കൂടെ എഴുതി. നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം. Q is equal to dt by dx by Ka എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പം Q is equal to dt by dx by Ka. ഇത് dx by Ka എന്ന് പറയുന്ന ടേമാണ് തെർമൽ കണ്ടക്റ്റീവ് റെസിസ്റ്റൻസ്. അതിനെ നമ്മൾ എന്ത് പറയും? RTH എന്നുവെച്ചാൽ തെർമൽ കണ്ടക്റ്റീവ് റെസിസ്റ്റൻസ് ഇങ്ങനെ പറയാം. മനസ്സിലായോ? അപ്പോൾ ഡി എക്സ് ബൈ കെ എന്ന് പറയുന്ന ടേമാണ് RTH. അപ്പോൾ നമുക്ക് Q എങ്ങനെ എഴുതാം? Q is equal to dt by RTH conductance, where RTH conductance is the എന്താണ് തെർമൽ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടൻസ്. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇനിയൊരു ചെറിയൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. കാൽക്കുലേറ്റ് the heat transfer rate of heat transfer per unit area through a copper plate
നമ്മളൊരു ചെറിയൊരു പ്രോബ്ലം നോക്കാൻ പോവുകയാണ്. കാൽക്കുലേറ്റ് ദ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ ത്രൂ എ കോപ്പർ പ്ലേറ്റ് ഹാവിംഗ് 45 mm thickness whose one face is maintained at 350 degrees centigrade and other at 50 degrees centigrade. Take thermal K എന്ന് പറഞ്ഞാൽ thermal conductivity of the copper is equal to 370 watts per meter centigrade. അപ്പോൾ നമുക്കൊരു കോപ്പർ പ്ലേറ്റ് ഉണ്ട്, അതിൻ്റെ എന്താണ് തിക്നെസ് വന്നിട്ടുണ്ട്. അപ്പോൾ തിക്നെസ് എന്ന് പറയുന്നത് നമ്മളിവിടെ എന്തായിട്ടാണ് എടുക്കുന്നത്? തിക്നെസ് ഈസ് ഈക്വൽ ടു dx ഈക്വൽ ടു എത്രയാണ്? 45 mm ആണ്. 45 mm ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കെയുടെ യൂണിറ്റ് എന്താണ്? വാട്ട്സ് പെർ മീറ്റർ ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പോൾ അതിനെ നമ്മൾ അതുകൊണ്ട് അതിനെ മീറ്റർ ആകാം. 45 × 10⁻³ മീറ്റർ ആണ് തിക്നെസ്. ഹൂസ് വൺ ഫേസ് ഈസ് മെയിൻറ്റെയിൻ അറ്റ് 350 ഡിഗ്രി. അപ്പോൾ സേ T1 ഈസ് ഈക്വൽ ടു 350 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, T2 ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പോൾ ഞാൻ ഒരു ഫിഗർ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളെ കോപ്പർ പ്ലേറ്റ്. അതിൻ്റെ T1 എന്ന് പറയുന്നത് 350 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. T2 എന്ന് പറയുന്നത് എത്രയാണ്? 50 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. മനസ്സിലായി? അപ്പോൾ ഇതാണ് പോയിന്റ് 1, ഇത് പോയിന്റ് 2. ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് എത്രയാണ്? 45 mm ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാവുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ നമുക്ക് അക്കോർഡിംഗ് ടു ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ എന്താണ് ഫോർമുല? Q is equal to എന്താണ്? -K dt/dx ആണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ആ ഫോർമുല വെച്ചിട്ട് നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഡിഗ്രി സെൻറ്റിഗ്രേഡ് Q is equal to -K dt/dx ആണ് നമ്മുടെ ഫോർമുല. നമുക്ക് പെർ യൂണിറ്റ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് Q/A ആണ് കണ്ടുപിടിക്കാനുള്ളത്. Q/A is equal to K into dt/dx. Q/A is equal to K എത്രയാണ്? നമുക്ക് 370 -370. dt എത്രയാണ്? T2 - T1 ആണ്. dt എന്ന് പറയുന്നത് T2 - T1 ആണ്. എത്രയാണ്? 50 - 350 ഡിഗ്രി സെൻറ്റിഗ്രേഡ് is equal to 300 ഡിഗ്രി സെൻറ്റിഗ്രേഡ് -300 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പോൾ എന്താണ്? -300 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഡിവൈഡ് ബൈ dx എത്രയാണ്? 45 × 10⁻³ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ Q is equal to നമ്മൾ ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ അനുസരിച്ച് Q is equal to -K dt/dx ആണ്. നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ Q/A is equal to -K × dt/dx. dt എന്ന് എന്താണ്? T2 - T1 which is equal to 50 - 350 ഡിഗ്രി സെൻറ്റിഗ്രേഡ് is equal to -300 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Kയുടെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 370 വാട്ട്സ് പെർ മീറ്റർ ഡിഗ്രി സെൻറ്റിഗ്രേഡ്. dxൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ മാറ്റിയിട്ടുണ്ട്. എത്രയാണ്? 45 mm ആയിരുന്നു, അത് മീറ്റർ ആക്കാൻ വേണ്ടി 45 × 10⁻³. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ആണ് കിട്ടുന്ന ആൻസർ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 2.466 × 10⁻6 വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വാട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? എനർജിയുടെ ഇക്വേഷനാണ്, എനർജിയുടെ യൂണിറ്റ് ആണ്. മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പെർ യൂണിറ്റ് ഏരിയ ആണ്. അപ്പോൾ വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ. അല്ലെങ്കിൽ Q മാത്രമാണ് തുറക്കുന്നതെങ്കിൽ വാട്ട്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ജൂൾസ് പെർ സെക്കൻഡ് എഴുതാം. അപ്പം Q എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ് എന്താണ്? ഒന്നി ജൂൾസ് പെർ സെക്കൻഡ് ഓർ വാട്ട്സ് ആണ്. ഇവിടെ നമുക്ക് വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ വരാൻ കാരണം നമ്മൾ Q/A ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ 2.466 × 10⁻6 വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. കാൽക്കുലേറ്റ് ദി റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ ത്രൂ എ കോപ്പർ പ്ലേറ്റ് of 45 mm thickness whose one face is maintained at 350 degrees centigrade and other face at 50 degrees. Take K is equal to 370
watts per meter. But Q is equal to for a law of conduction, Q is equal to minus Ka dt by dx ആണ്. നമുക്ക് Q per യൂണിറ്റ് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ Q by A is equal to minus K dt by dx. ഇവിടെ dt എന്ന് പറഞ്ഞാൽ T2 minus T1 is equal to 50 minus 350 is equal to minus 300 degree centigrade. അപ്പോൾ Q by A is equal to minus 370 into minus 300 by dx-ന് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 45 mm ആണ്. എന്താക്കിയിട്ടുണ്ട് 45 into 10 raised to minus 3 meter ആക്കിയിട്ടുണ്ട്. We will get an answer of 2.466 into 10 raised to 6 watts per meter square. അപ്പോൾ ഇതൊരു ബേസിക് ആയിട്ടുള്ള കണക്കാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കണക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം നോക്കി കഴിഞ്ഞു. നമുക്ക് ഇനി രണ്ടാമത്തെ ഒരു പ്രോബ്ലം നോക്കാം. എ പ്ലെയിൻ വാൾ of 150 mm thickness, all area 45 meters square, its thermal conductivity is 9.35 watts per meter degree centigrade, and surface temperature of 150 degrees centigrade and 45 degrees centigrade. Determine across plane temperature gradient in flow direction. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ പ്ലെയിൻ വാൾ ഓഫ് 150 mm thickness, wall area 4.5 meters square, its thermal conductivity is 9.35 watts per meter degree centigrade, and surface temperature are 150 degree centigrade and 45 degree centigrade. Temperature, the heat flow across the plane flow, and temperature gradient in the flow direction. അപ്പോൾ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് dt by dx ഉം Q ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഗിവൺ ഡേറ്റാസ് ഒന്ന് എഴുതാം. അപ്പോൾ തിക്നെസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. എന്താണ് തിക്നെസ്? നമ്മൾ തിക്നെസ് ഈക്വൽ ടു ഡി എക്സ് ഈക്വൽ ടു എത്രയാണ്? 150 mm ആണ്. അപ്പോൾ 150 ഇൻറ്റു 10 raised to minus 3 meter മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. വോൾ ഏരിയ എ ഈക്വൽ ടു 4.5 meter square ആണ്. T1 150 degree centigrade ആണ്. T2 45 degree centigrade. K യുടെ വാല്യൂ 9.35 watts per meter degree centigrade. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എ ആണ് കണ്ടുപിടിക്കാനുള്ളത്. എ എന്താണ്? Q is equal to minus KA dt by dx. അതാണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. Q is equal to minus K എത്രയാണ്? 9.35 E 4.5 dt എത്രയാണ്? dt is equal to 150 minus 45, so 105 degree centigrade minus 105 degree centigrade. 45 minus 150 minus 105 degree centigrade minus 105 degree centigrade divided by 150 into 10 raised to minus 3.
അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 29,452.5 വാട്ട്സ് ആണ്. ഇവിടെ വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ഇല്ല, കാരണം ക്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്യൂ ഇസ് ഇക്വൽ ടു 29,452.5 ആണ് നമുക്ക് കിട്ടുന്നത്. അതാണ് പാർട്ട് എ. നമുക്കിനി പാർട്ട് ബി നോക്കാം. പാർട്ട് ബി എന്ന് പറഞ്ഞാൽ dt/dx ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പം dt/dx എങ്ങനെ കിട്ടും? dt/dx പാർട്ട് ബി dt/dx എങ്ങനെ കിട്ടും? q/k ആയിട്ട് കിട്ടും. q എത്രയാണ് നമുക്ക്? 29,452.5 ഡിവൈഡ് ബൈ കെയുടെ വാല്യൂ 9.35 ഇൻറ്റു എ എത്രയാണ്? 4. -700 ഡിഗ്രി. അപ്പോൾ അതുകൂടെ വായിക്കാം. A plain wall of 150 mm thickness having wall area 4.5 meter square, its thermal conductivity is 9.35 watts per meter degree centigrade and surface temperature are 150 degrees centigrade and 45 degrees centigrade. Determine heat flow across the plain wall and the temperature gradient in the flow direction. അപ്പോൾ നമ്മൾ ആദ്യം ഹീറ്റ് ഫ്ലോ കണ്ടുപിടിച്ചു. ഹീറ്റ് ഫ്ലോ ഒരു ഇക്വേഷൻ Q is equal to -KA dt/dx. Q is equal to Kയുടെ വാല്യൂ 9.35, അപ്പോൾ മൈനസ് ഇൻറ്റു 9.35 ഇൻറ്റു ഏരിയ 4.5 മീറ്റർ സ്ക്വയർ ഇൻറ്റു dt 45 മൈനസ് 150 ഇക്വൽ ടു -105 ഡിവൈഡ് ബൈ 150 ഇൻറ്റു 10⁻⁻3. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ Q is equal to 29,452.5 വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. Qൻ്റെ വാല്യൂ നമുക്ക് കിട്ടി കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് dt/dx ആണ്. അപ്പോൾ ഈ ഫോമിലായി നമുക്ക് dt/dx കിട്ടും. Q is equal to -Q/KA is equal to -29,425 divided by Kയുടെ വാല്യൂ 9.35 ഇൻറ്റു എയുടെ വാല്യൂ 4.5 is equal to -700 ഡിഗ്രി സെൻറ്റിഗ്രേഡ് പെർ മീറ്റർ. എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇത് രണ്ടും സിമ്പിൾ ആയിട്ടുള്ള രണ്ട് പ്രോബ്ലം. വെറും എന്താണ് ഒരു ഫോർമുല. എന്താണ് ഫോർമുല? ഫോർ എ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ Q is equal to -KA dt/dx വെച്ച് മാത്രം നമ്മൾ ചെയ്ത രണ്ട് സിമ്പിൾ പ്രോബ്ലമാണ് ഇപ്പോൾ നോക്കിയത്. നമ്മൾ തെർമൽ കണ്ടക്ടിവിറ്റിയിൽ വരുന്ന ഫോർമുല ആണ് അത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.